ഷവർമയിൽ നിന്ന് 2 വയസ്സുകാരിക്ക് ഭക്ഷ്യവിഷബാധ. തുവക്കാടുള്ള ബേക്കറി പൂട്ടി ഷംസിയ. ശനിയാഴ്ച രാത്രിയാണ് വിഷബാധയെ തുടർന്ന് തുവക്കാട് സ്വദേശി ഷെഫീഖിന്റെ മകൾ 2 വയസ്സുള്ള എമലിനെ പുത്തനത്താണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ ഞങ്ങൾ തുവക്കാട് ഫേമസ് ബേക്കറിയിൽ നിന്ന് ഷവർമ പാർസൽ വാങ്ങിച്ചിരുന്നു. വീട്ടിൽ കൊടുത്ത് കഴിച്ച് ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയിൽ മോൾക്ക് കുറച്ച് കൊടുത്തിരുന്നു. അവളൊരു രാത്രി 2 മണിയൊക്കെ ആയപ്പോൾ ഈ മീറ്റ് മൊത്തമായിട്ട് വൊമിറ്റ് ചെയ്തു. ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം വൊമിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊടുന്നു. ഡോക്ടർ ഇവിടെ അഡ്മിറ്റാക്കി ട്രിപ്പ് ഇട്ടു. പിന്നെ മോർണിംഗ് ആയപ്പോൾ കുറച്ച് കൂടുതലായി പനി, ഫേവറായിട്ട് ഭയങ്കര ഓവറായിട്ട് പനിച്ചു. അപ്പോൾ പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ കൗണ്ട് കൂടുതലാണ്. ഡോക്ടർ പറഞ്ഞു ഫുഡ് പോയ്സൺ ആണെന്ന് പറഞ്ഞു. പിന്നെ മീറ്റാണ്, വേവൊന്നും വരാത്ത മീറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഫോണിലുണ്ട്, ഞാൻ വീഡിയോസ് എടുത്തത് ഫോണിലുണ്ട്. രാത്രി 9 മണിക്കാണ് കഴിച്ചത്. രാത്രി 2 മണിക്കാണ് വൊമിറ്റ് ചെയ്തത്. കുട്ടി ഭയങ്കര കരഞ്ഞുകൊണ്ടാണ് വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വൊമിറ്റ് നിൽക്കില്ല, അത്രയും ഭയങ്കര ഓവറായിട്ട് വൊമിറ്റ് ചെയ്യുക. നമ്മളെന്നെ പേടിച്ചു. കുട്ടിക്ക് ശ്വാസം കിട്ടാത്ത പോലെ ഭയങ്കര പച്ച ഇറച്ചി പോലെയാണ് പുറത്തോട്ട് വന്നിരുന്നത്. ഒരു വെള്ളത്തിൻ്റെ കൂടെ ഈ ഇറച്ചി മാത്രം പുറത്തോട്ട് വന്നിരുന്നത്. ഒരു 9 മണി ആ ടൈമിൽ, 8-9 മണി ആ ടൈമിൽ. എനിക്കൊരു രാത്രി ഒരു 1 മണി ആ ടൈമിലൊക്കെ ആയിട്ട് ലൂസ് മോഷൻ വന്നിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 മണിക്കാണ് കുട്ടി പെട്ടെന്ന് തൊട്ടിന്ന് കരഞ്ഞിട്ട് അവൾ തന്നെ എണീറ്റിട്ട് മൊത്തമായിട്ട് ഛർദ്ദിച്ചത്. ഭയങ്കര ഓവറായിട്ട് നമ്മളെന്നെ പേടിച്ചു പോയി, അങ്ങനത്തെ ഛർദ്ദിക്കല്ലേ. ഡോക്ടർ പറഞ്ഞ ഫുഡ് പോയ്സൺ ആണ്. ഇത് കഴിച്ചുകൊണ്ട് ഡോക്ടർക്ക് വീഡിയോസും നമ്മൾ ഛർദ്ദിച്ചതിൻ്റെ വീഡിയോസും വിഷ്വൽസൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഫുഡ് പോയ്സൺ ആണ്. പിന്നെ രാവിലെ കുട്ടി ഗ്രീനായിട്ട് ഒരു ഛർദ്ദിച്ചിരുന്നു. അത് കഴിഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ കൺഫേം ആയിട്ട് നമുക്ക് എഴുതി തന്നു. ഇത് ഈ ഷവർമ കഴിച്ചുകൊണ്ടുള്ള പ്രശ്നം തന്നെയാണെന്ന് ഡോക്ടർ തന്നിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി വിഭാഗത്തെ അറിയിച്ചതിനെ തുടർന്നാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷംസിയ ഇന്നലെ ഉച്ചയ്ക്ക് ബേക്കറിയിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. തുടർന്നാണ് സ്ഥാപനം പൂട്ടി നോട്ടീസ് നൽകിയത്. നമ്മുടെ ഫേമസ് ബേക്കറി തുവക്കാട് വന്ന് പരിശോധിക്കുകയും പരിശോധന സമയത്ത് ഇതിനു മുൻപ് ഈ ബേക്കറി നമ്മൾ പരിശോധിക്കുകയും നിർദ്ദേശങ്ങൾ നൽകിയതും പിഴ ഈടാക്കിയതുമാണ്. അതേ നിയമലംഘനങ്ങൾ ഞാൻ ഇന്നിവിടെ കാണുകയുണ്ടായി. അതായത് പച്ചമുട്ടയിൽ നിന്നാണ് മയണൈസ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഈ മയണൈസ് ഉണ്ടാക്കുന്ന ആളുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല. പാഴ്സൽ സ്റ്റിക്കർ നൽകുന്നില്ല. പാഴ്സൽ കൊടുക്കുന്ന സംഭവങ്ങൾ പാഴ്സൽ സ്റ്റിക്കർ പരിശോധന സമയത്ത് എൻ്റെ സമക്ഷം ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ ഇത്തരം നിയമലംഘനങ്ങൾ ചിലപ്പോൾ ഈ കുട്ടിയുടെ ഒരു ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകാം എന്ന് കണ്ടതിനാൽ ഫേമസ് ബേക്കറി തുവക്കാട് ഇതിനാൽ ക്ലോസ് ചെയ്യാനുള്ള മലപ്പുറം ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഫോൺ മുഖേനയുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫേമസ് ബേക്കറി തുവക്കാട് ഞാൻ ക്ലോസ് ചെയ്യാനുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ബേക്കറിക്ക് അഗെയിൻസ്റ്റ് നമ്മൾ കേസ് എടുക്കുകയാണ്. RDO കോടതി തിരൂരുണ്ട്, അവിടെ ഫയലാവുന്ന കേസ് എടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ഞാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇനി അതിൻ്റെ തുടർ നിർദ്ദേശം വന്നതിന് ശേഷം ഓൾറെഡി ഫേമസ് ബേക്കറിക്ക് ഇതിന് മുമ്പ് ഡിസംബർ മാസം ഓൾറെഡി ഒരു കേസ് ഉണ്ടായിരുന്നു. അന്ന് 10,000 രൂപ വരെ ഫൈൻ വന്നതാണ്. അപ്പോൾ റിപ്പീറ്റഡ് ഒഫൻസ് ആയതുകൊണ്ട് കേസ് തന്നെയായിരിക്കും. ഹോസ്പിറ്റലിൽ ലഭിച്ച വിവരത്തെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് ഛർദിലുണ്ട്, അതുപോലെ തന്നെ വയറുവേദന, ഗ്യാസ് ഫോമേഷനൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡോക്ടറുടെ ഇപ്പോൾ ഫോൺ മുഖേനയുള്ള മൊഴിയാണിത്. ഞാനിപ്പോൾ ഡയറക്റ്റ്ലി മൊഴിയെടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കുട്ടിയുടെയും മാതാപിതാക്കളുടെയും ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെയും മൊഴിയെടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. എന്തായാലും ഹോട്ടൽ ക്ലോസ് ചെയ്യും, ഫൈൻ എടുക്കുവാനാണ് നമ്മൾ ഫൈനല്ല കേസ് എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.